അപ്പോൾ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി നിലക്ക് തിരക്കായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് MK ഹാജിയെ പറ്റിയുള്ള പുസ്തകമായതുകൊണ്ട് കുറേ സമയം നമുക്ക് തന്നു. MK ഹാജിയെ കുറിച്ചുള്ള പുസ്തക രചനയിലാണ് കഴിഞ്ഞ 8 വർഷത്തായി തന്നെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. MK ഹാജിയെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നിങ്ങളെ ബാപ്പ വിജയമൽ അഹമ്മദ് ഹാജി MK ഹാജി ഉപയോഗപ്പെടുത്തിയ വലിയ വിദഗ്ധനായ ആളാണ്. അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് അനുഭവങ്ങൾ MK ഹാജിയെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അതൊന്ന് ഷെയർ ചെയ്യാം. MK ഹാജിയെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വളരെ അപൂർവമായിരിക്കും. പക്ഷെ ആ നിസ്തുലമായ ജീവചരിത്രം പുതിയ സമൂഹം അറിഞ്ഞിരിക്കേണ്ടതാണ്, പുതിയ തലമുറ. അതിന് ഈ പുസ്തകം ഉപകാരപ്പെടും, പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശിക്കുകയാണ്. തിരുവങ്ങാടി യതീംഖാനയിലെ പൂർവ്വ അന്തേവാസികളുടെ ഒരു സംരംഭമാണിത് എന്നാണ് എൻ്റെ അറിവ്. ശരിയല്ലേ? ആ സംരംഭം കേരളീയ മുസ്ലിം സമൂഹത്തിന് വളരെ വലിയ ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം MK ഹാജിയുടെ ചരിത്രം ഒരു വ്യക്തിയുടെ ജീവചരിത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ഉന്നമതിക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. MK ഹാജി എന്നൊരു മനുഷ്യൻ നടന്നു തീർത്ത വഴികൾ മറ്റാർക്കും നടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഉദ്ബോധനങ്ങളിലൂടെ ഒന്നുമല്ല ജനങ്ങളെ സഹായിച്ചതും അവർക്ക് മാർഗദർശനം നൽകിയത്. പ്രവർത്തിച്ചിട്ടാണ്, രംഗത്തിറങ്ങിയിട്ടാണ്. ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ആ പ്രവർത്തനം ചെയ്ത് കൊടുത്തിട്ടാണ് കാണിച്ചത്. അത് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായത് നമ്മുടെ യതീംഖാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ യതീംഖാന ഉണ്ടാകാൻ കാരണമായത് എന്താ? 1943 കാലഘട്ടത്തിൽ നമ്മുടെ മലബാറിൽ പടർന്നു പിടിച്ച കോളറ. ആ കോളറയെ തുടർന്ന് ആളുകൾ മരിച്ചു വീഴുകയല്ലേ, വേറെ അതിൽ അപ്പീലൊന്നുമില്ല. രോഗത്തിന് ചികിത്സയില്ല, പകരുന്നതാണ്. ഒരു വീട്ടിൽ ഒരാൾക്കുണ്ടായ വീട്ടിലെ മുഴുവൻ ആളുകൾക്കുണ്ടാവും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മരിച്ചു വീണത്. ആ മരിച്ചു വീണ ആളുകളെ മയ്യത്ത് ഖബറടക്കാൻ പോലും, പരിപാലിക്കാൻ പോലും ആളുകൾ തയ്യാറാകുന്നില്ല. കാരണം അവരുമായി അടുത്ത സമ്പർക്കമുണ്ടായാൽ രോഗം പകരും എന്നുള്ളത് കൊണ്ട് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ആരും ആ രംഗത്തേക്ക് പോയില്ല. മരണപ്പെട്ട ആളുകളുടെ ഉമ്മമാരുടെയും ബാപ്പമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ മൃതശരീരത്തിൽ കിടന്നു പോലും കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്ന, തെങ്ങിക്കരയുന്ന ഒക്കെ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പോൾ ലബനാനിലും ഗാസയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കാണുന്ന പോലെ ആയിരക്കണക്കിന് മയ്യത്തുകൾ, ഒരു മയ്യത്തെടുത്ത് മറിവ് ചെയ്യുമ്പോഴേക്കും അടുത്ത മയ്യത്ത് വരികയാണ്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച്, അതാണിപ്പോൾ കോവിഡ് കാലത്ത് വയറ്റുകാടിൻ്റെ കുട്ടികളൊക്കെ ചെയ്തത്. സ്വന്തം സഹോദരങ്ങളോ മാതാപിതാക്കളോ ബന്ധുക്കളോ മോർച്ചറിയിൽ നിന്ന് ഉറ്റവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ മടിച്ചെടുത്താണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വയറ്റുകാട് വളണ്ടിയർമാർ പോയി അത് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഏറ്റുവാങ്ങി ആംബുലൻസ് കയറ്റി കൊണ്ടുവന്ന് സംസ്കരിച്ച് കഫൻ ചെയ്ത് കുളിപ്പിച്ച് അതുപോലെ തന്നെ നമസ്കരിച്ച് 10 മീറ്റർ ആഴത്തിൽ കുഴി കുഴിച്ച് അതിലേക്കൊട്ട് വെച്ചത്. ഒരു വളണ്ടിയറെ പോലെയാണ് MK ഹാജി സാഹിബും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും സഹായം ചെയ്തത്. അങ്ങനെ മറവൊക്കെ ചെയ്ത് ശുദ്ധമാക്കി വീടുകളൊക്കെ ശുചിയാക്കി പോകുമ്പോഴാണ് പിറകിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത്. നോക്കുമ്പോൾ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഇരുട്ടത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്, പട്ടിണി കൊണ്ട് മരിക്കും. ജീവൻ നിലനിർത്തിയാൽ തന്നെ വിദ്യാഭ്യാസമില്ലാത്ത, തൊഴിലില്ലാത്ത, സംസ്കാരമില്ലാത്ത സമൂഹത്തിന് ദുഷ്പേര് വരുത്തുന്ന ക്രിമിനൽസായി പോലും വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു തലമുറ എൻ്റെ പിറകിൽ നിന്ന് കരയുന്നു. ഇപ്പോൾ കൈപിടിച്ച് കയറ്റിയില്ലെങ്കിൽ ഞാൻ അതിന് സമാധാനം പറയേണ്ടി വരും പടച്ച തമ്പുരാനോട് എന്ന ഒരു ചിന്തയാണ് ഈ കുട്ടികളെ യാതൊരു മുൻകരുതലും ഇല്ലാതെ ഇടിച്ചുകൊണ്ട് വരുന്നത്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അറിഞ്ഞൂടാ. അവസാനം എവിടെയും സ്ഥലമില്ല, ആരും ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. ഈ കുട്ടികളെ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. അതൊരു ചരിത്രമല്ലേ?
അത്രമാത്രം ത്യാഗപൂർണമായൊരു ചരിത്രം വേറെ ഏത് നേതാവിൻ്റെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയും? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം, ബാല്യകാലം ഒക്കെ പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലായിരുന്നു. ഉമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്ന പത്തിരി തലയിലേറ്റിച്ചു വീടുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ടായിരുന്നു ഉപജീവന മാർഗം. അക്കാലത്ത് 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരം, സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അടുത്ത ബന്ധമുള്ള അവിടുത്തെ തിരുവരങ്ങാടിയിലെ അംശം അധികാരി അദ്ദേഹത്തെ വിളിച്ച് ആ വിവരം കൊടുക്കുകയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറുപ്പമാണ്, 10-15 വയസ്സായിട്ട്. അതുകൊണ്ട് എന്താ അറസ്റ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പറ്റൂല, ഈ ഉടനെ സ്ഥലം വിടണം എന്ന് പറഞ്ഞ അധികാരിയാണ് അദ്ദേഹത്തെ നിർബന്ധിച്ച് നാടുവിടാൻ പ്രേരിപ്പിച്ചത്. അത് അധികാരിയെ കുടുംബപരമായ പശ്ചാത്തലം കൊണ്ടും അദ്ദേഹത്തിന്റെ അധികാരം കൊണ്ടും ഒക്കെ അധികാരിയെ നിക്കരിച്ച് നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പോകാൻ ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും MK ഹാജി അന്ന് പരപ്പനങ്ങാടിയിൽ പോയി കള്ളവണ്ടി കയറി പോകുന്ന മൊയ്തീൻ ഹാജി മൊയ്തീൻ ഹാജി ഉണ്ട്. അദ്ദേഹം പിതാവിനെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാരാടൻ മൊയ്തീൻ, നമ്മുടെ കാരാടൻ മുഹമ്മദ് ഹാജിയുടെയും മുഹമ്മദ് ഊട്ടി ഹാജിയുടെയും ഒക്കെ പിതാവ്. അദ്ദേഹം ഖിലാഫത്ത് സമരത്തിലെ പ്രധാനിയായിരുന്നു, നേതാവായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരൻ്റെ വെടിയേറ്റാണ് വലിയ പള്ളിയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചത്. ആ മൊയ്തീൻ ഹാജി അദ്ദേഹത്തെ നിർബന്ധിച്ചു. പിതാവിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന അദ്ദേഹമാണ്. അങ്ങനെയാണ് അദ്ദേഹം പരപ്പനങ്ങാടി വെള്ളവണ്ടി പോയി. സ്വാഭാവികമായും കാട്ട്പാടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ TTR പിടിച്ചു, ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് ആ കടം വീട്ടി മദിരാശിയിലെത്തി. അവിടെ ഹൽവ കച്ചവടവും തലയിലേറ്റി നടക്കുന്ന കച്ചവടങ്ങളൊക്കെ കുറെ നടന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ടും ഒക്കെ ബിസിനസ്സിൽ പച്ച പിടിച്ച് വളരെ പെട്ടെന്ന് വിജയം നേടാൻ കഴിഞ്ഞു. 10-12 ഹോട്ടലുകളും അതിലേറെ ബേക്കറികളും ബാംഗ്ലൂരിലും മദിരാശിയിലും ഒക്കെ ഉണ്ടായി. അതൊക്കെ അള്ളാഹു അദ്ദേഹത്തിന്റെ സേവനം കൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞു കൊടുത്ത ഞാമത്താണ് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം ഇവിടെ നിന്ന് യത്തീംഖാന ഉണ്ടാക്കി പടിപടിയായി വളർന്ന് ആദ്യം ഉണ്ടാക്കി നൂറുൽ ഇസ്ലാം മദ്രസ ഉണ്ടാക്കി. ആ മദ്രസയും യത്തീംഖാനയുമായി ഇങ്ങനെ വളർന്ന് വന്ന് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എൻ്റെ പിതാവിനെ പോലുള്ള ഒരുപാട് ആളുകളെ അദ്ദേഹം ഈ സത്യബാന്ധാവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മരിച്ചപ്പോ നിങ്ങളുടെ ബാപ്പ പറഞ്ഞു തിരുവങ്ങാടിയിലേക്ക് ആരെങ്കിലും വരാൻ കാരണം MK ഹാജിയാണ്. തീർച്ചയായും. അല്ലെങ്കിൽ അതിനിടക്കാണ് അദ്ദേഹം KM മൗലവിയുമായി ബന്ധപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മെന്റർ MK ഹാജി സാഹിബിനെ MK ഹാജിയാക്കി മാറ്റുന്നത് KM മൗലവി സാഹിബാണ്. മതരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത മതബോധം അത് അദ്ദേഹത്തിൽ പ്രകടിപ്പിച്ചത് KM മൗലവി സാഹിബുമായുള്ള നിരന്തര സമ്പർക്കമാണ്. KM മൗലവി പ്രസിഡന്റും MK ഹാജി സെക്രട്ടറിയുമായിട്ടാണ് യത്തീംഖാനയുടെ കമ്മിറ്റി അത് നിലവിൽ വരുന്നത്. അപ്പോൾ ആ ബന്ധം ആ യത്തീംഖാനയിലേക്ക് ഒരു യാഥാസ്ഥിത കുടുംബത്തിലായിരുന്നു എൻ്റെ വാപ്പയുടെ ഉമ്മയും കുടുംബമൊക്കെ. വാപ്പയുടെ വാപ്പ ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ടുണ്ട്. വളരെ യാഥാസ്ഥിത കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ നിന്ന് സത്യത്തിൽ വല്യുമ്മയുടെ എതിർപ്പ് പോലും വകവെക്കാതെയാണ് MK ഹാജി സാഹിബ് എൻ്റെ പിതാവിനെ കൊണ്ടുപോയി യത്തീംഖാനയിൽ വാർഡനാക്കി ചേർന്നു. യത്തീംഖാനയിലെ വാർഡനും മദ്രസയിലെ അധ്യാപകനുമായി ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതേ ജോലി ചെയ്ത ആളുകളാണ് PP അബ്ദുൽ ഗഫൂർ മൗലവി, മങ്കട് അബ്ദുൽ അസീസ് മൗലവി. ഇതുപോലുള്ള ആളുകൾ ഇതുപോലെ എൻ്റെ പിതാവിനെ പോലെ തന്നെ യത്തീംഖാനയിലെ വാർഡനും കുട്ടികളെ നോക്കുന്ന ആളും നൂറുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകരുമായിരുന്നു. അതങ്ങനെയാണ് MK ഹാജി സാഹിബും അവരും ഒരു കുടുംബം പോലെയാണ് പിന്നീട് ജീവിച്ചു. തിരുവങ്ങാടിയിൽ ഏതാണ്ട് എല്ലാവരും ആ യത്തീംഖാനയും പിന്നീട് അതിൻ്റെ സ്കൂൾ വന്നു, LP വന്നു, TTC വന്നു. ഇതൊക്കെ വന്നതോടുകൂടിയാണ് തിരുവരങ്ങാടി ആയത്. അല്ലെങ്കിൽ 921 തിരുവരങ്ങാടി നശിച്ചതാണ്, ശവപ്പറമ്പായി മാറിയതാണ്, മുഴുവൻ തീ കൊളുത്തി നശിപ്പിച്ചതാണ്. 14 വയസ്സിന് മുകളിലുള്ള ഒരൊറ്റ പുരുഷനും വന്ന് ബ്രിട്ടീഷുകാരും ബാക്കി വെച്ചിട്ടില്ല. ഒന്നുകിൽ കൊന്നൊടുക്കി അല്ലെങ്കിൽ നാട് കടത്തി, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ തിരുവരങ്ങാടി പിന്നീട് തിരുവരങ്ങാടിയായി മാറുന്നത് പിന്നീട് വന്ന കോളറയും. ഇത് ഒന്നിനു മേലെ ഒന്നായി ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടൊരു പ്രദേശമായിരുന്നു.
ആ തിരൂരങ്ങാടി ഇന്ന് കാണുന്ന വൈജ്ഞാനിക മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ, സാംസ്കാരിക രംഗത്തൊക്കെ ഇന്ന് കാണുന്ന വളർച്ച നേടിയതിന് പിന്നിലുള്ള ഏക വ്യക്തി എം കെ ഹാജി മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അറിയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. കുറ്റവാളികളെ വിമുക്തമാക്കിയത് സാഹിബിന്റെ ഇടപെടലാണ്. ഫോക്കസ് അതിന് അന്ന് 921 ഇരകൾക്ക്, നാശനഷ്ടങ്ങൾ നേരിട്ട ഇരകളെ സംരക്ഷിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഫോക്കസ് സാഹിബായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലല്ല, ആ സ്ഥാപനം മുഴുവൻ സമുദായ നേതാക്കളുടെ പേരിലാണ്. ഇപ്പോ പിന്നെ TTI സീതി സാഹിബിന്റെ പേരിലാണ്, അറബിക് കോളേജ് KM മൗലവി സാഹിബിന്റെ പേരിലാണ്, പിന്നെ ഫോക്കസ് സാഹിബ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോക്കസ് സാഹിബിന്റെ പേരിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് MK ഹാജി സാഹിബിന്റെ പേരിലാണ്. ഇപ്പോൾ ഓട്ടോണമസായി. ഞാൻ പറഞ്ഞു വന്നത് 1 ഡസനിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തിങ്ങാനക്ക് കീഴിലിപ്പുണ്ട്. അതുപോലെ അതുര ശുശ്രൂഷ രംഗത്ത് വലിയ വിജയമായി MK ഹാജി ഹോസ്പിറ്റൽ മാറി. ഇതിൻ്റെ ഒക്കെ തുടക്കം MK ഹാജിയാണ്. അതിലൊക്കെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന ആശയങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്നത് മാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എന്ത് സംഭവിച്ചാലും അദ്ദേഹം ഏത് പ്രസംഗം തുടങ്ങുന്നതും അള്ളാഹുവിൻ്റെ ഖുർആനും തിരുനബിയുടെ സുന്നത്തും എന്ന് പറഞ്ഞിട്ടാണ്. അത് പറയാതെ അദ്ദേഹം ലീഗിൻ്റെ യോഗമായിരുന്നാലും, മുജാഹിദ് യോഗമായിരുന്നാലും, സാംസ്കാരിക യോഗമായിരുന്നാലും, ഏത് യോഗമായിരുന്നാലും അത് എങ്ങനെയെങ്കിലും ഒന്ന് കയറും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ലീഗ് രാഷ്ട്രീയം അദ്ദേഹം കൊണ്ടാണ്. കടുത്ത മുജാഹിദാണ്. മുജാഹിദ് ആശയങ്ങൾക്ക് വേണ്ടി മുജാഹിദിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. മുജാഹിദ് ആശയങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാപനമൊക്കെ അങ്ങനെയാണ് കൊണ്ടുവന്നത്. എന്നാൽ പോലും ഇതര വിഭാഗങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. നിരവധി തെളിവുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അതിനു മുമ്പ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മദ്രാശിയിലുള്ള MK ഹാജി സാഹിബിൻ്റെ ബിസിനസ് കാലത്താണ് ഖായിദ മില്ലത്തുമായി പരിചയപ്പെടുന്നത്. അങ്ങനെ ഖായിദ മില്ലത്തും മുസ്ലിം ലീഗ്, ഖായിദ മില്ലത്തും MK ഹാജിയും കൂടിയാണ് അന്നത്തെ മലബാർ സംസ്ഥാനത്ത്, അന്നത്തെ മലബാർ സംസ്ഥാനം മദ്രാശി സംസ്ഥാനത്തിൻ്റെ, മലബാർ ജില്ല മദ്രാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ആ മദ്രാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാർ ജില്ല പ്രവർത്തിച്ചത് MK ഹാജിയും ഖായിദ മില്ലത്തും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ഉണ്ടാക്കിക്കൊണ്ടത് അങ്ങനെയാണ്. പിന്നെ സീതി സാഹിബിൻ്റെ ദീർഘദർശിത്വം, വിജ്ഞാനം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അപാരമായ ബുദ്ധിശക്തി, ഇതൊക്കെ എല്ലാ പ്രവർത്തനത്തിനും പിന്നിലാണ്. സീതി സാഹിബ് ആജ്ഞാപിക്കും, KM മൗലവി അതിൻ്റെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, MK ഹാജി നടക്കും. ഈ ത്രിത്വങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവർ 3 ആളും കൂടിയാണ് മലബാറിലെ ഈ നവോത്ഥാനവും ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനവും ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇതിലൊന്നും യാതൊരു സംശയമില്ല. ബാഫക്കി തങ്ങളെ പോലും മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്നത് സീതി സാഹിബാണ്. സീതി സാഹിബ് മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്നത് KM മൗലവിയാണ്. പിന്നെ സീതി സാഹിബിനെ മുസ്ലിം ലീഗിലേക്ക് KM മൗലവി സാഹിബ് കൊണ്ടുവന്നു. ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് ആ സീതി സാഹിബ് കൊണ്ടുവന്നു. പാണക്കാട് മൂക്കനായി തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് ബാഫക്കി തങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇതിൻ്റെ ഒക്കെ തുടർച്ച നമുക്കറിയാമല്ലോ എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ കൊച്ചി സംസ്ഥാനം തിരുക്കൊച്ചി സംസ്ഥാനം ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസിൻ്റെ സംസ്ഥാന നിയമസഭയിലെ അംഗമായിരുന്നു സീതി സാഹിബ്. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവായി മാറിയത്. അപ്പോൾ അതൊക്കെ വലിയ ചരിത്രമാണ്. അതൊക്കെ പുതിയ തലമുറ അറിഞ്ഞിരിക്കണം. MK ഹാജി സാഹിബിൻ്റെ ചരിത്രം പറയുമ്പോൾ സ്വാഭാവികം സീതി സാഹിബ് കടന്നു വരണം, ബാഫക്കി തങ്ങൾ കടന്നു വരണം, KM മൗലവി എന്തായാലും കടന്നു വരും. അപ്പം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകം പുതിയ തലമുറക്കുള്ള ഒരു ഗവേഷണ ഗ്രന്ഥമായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് MK ഹാജിയുടെ ജീവിതം, ഈ വിദ്യാഭ്യാസത്തെ വികസനത്തിന്റെ ഒരു ഉപാധി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലീഗ് ഏറ്റെടുക്കണം എന്ന കാര്യങ്ങളൊക്കെ നിർബന്ധം പിടിച്ചത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അന്ന് കോളേജ് മലപ്പുറം ജില്ലയിലെ കോളേജ് ആദ്യം ഉണ്ടായത് മമ്പാട് കോളേജാണ്. മമ്പാട് കോളേജ് ഉണ്ടാക്കിയത് MK ഹാജിയാണ്. MK ഹാജി സാഹിബും അന്നത്തെ മമ്പാട് അധികാരിയും കൂടിയാണ് അതിൻ്റെ നേതൃത്വമൊക്കെ വഹിച്ചത്.
കുറേ കാലം കൊണ്ടു നടക്കുകയും ബോക്കി സാഹിബ് കോളേജ് വരികയും ഒക്കെ ചെയ്തപ്പോൾ പിന്നെ അത് എല്ലാം കൂടി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ള എനിക്ക് MBS ഏൽപ്പിച്ചു കൊടുത്താണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം വളരെ കുറവാണ്. പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അദ്ദേഹം മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് നോക്കിയാൽ അറിയാം. വലിയ സമ്പന്ന കുടുംബങ്ങളിലെ ആളുകളെയോ പ്രമാണിമാരെയോ ഒന്നുമല്ല, വിദ്യാഭ്യാസമുള്ള അതിനനുസരിച്ചുള്ള യോഗ്യതകളിലുള്ള മതബോധമുള്ള ആളുകളെ, അതും സ്വന്തം സമൂഹത്തിൽ താനുമായി അടുപ്പമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങളെ. അതൊക്കെ ഒരു വലിയ മാതൃകയാണ്. നമുക്ക് ജീവിതത്തിൽ പിൻപറ്റേണ്ടുന്ന പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എന്ത് പ്രതിസന്ധി വന്നാലും ഒരു ഇഞ്ച് പോലും അനങ്ങാതെ അതിശക്തമായി നിൽക്കുക എന്നതാണ് നിലപാട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ കുറച്ച് നേതാക്കന്മാരെ, അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, നമ്മുടെ CH ഇബ്രാഹിം ഹാജി സാഹിബ്, PM അബൂബക്കർ സാഹിബ്, VP മുഹമ്മദ് ഹാജി, 5 പേരെ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് MK ഹാജി സാഹിബാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ. അവിടെ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെയും PM അബൂബക്കറിനെയും കെ സാഹിബിനെയും അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒരു ചാഞ്ചല്യവും ഇല്ലാതായ നേരെ വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ റെഡിയാക്കി, അടുത്ത് ഞാനായിരിക്കും ഉറപ്പായിട്ട് ഒക്കെ എടുത്തു വെച്ചു. പോകാൻ റെഡിയായിട്ട് നിന്ന് കുട്ടികളെ കാര്യങ്ങളൊക്കെ ബാപ്പുവിൻ്റെ മൂത്ത മകനൊക്കെ അന്നുണ്ടായിരുന്നു, ഏൽപ്പിച്ചു ഒക്കെ പോകാൻ നിന്നാ. പക്ഷേ തിരുവനങ്ങാടിയിൽ നിന്ന് ഇബ്രാഹിം ഹാജിനെ പിടിച്ചു. MK ഹാജിക്ക് പകരം CH ഇബ്രാഹിം ഹാജിനെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയമായിരുന്നാലും മതമായിരുന്നാലും താൻ വിശ്വസിക്കുന്ന ആശയത്തോടൊപ്പം അത് അതിശക്തമായിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും അന്ന് MSF ഒക്കെ ആയിട്ട് ഇവിടെ തിരുവനങ്ങാടിയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഞങ്ങൾക്ക് MK ഹാജി സാഹിബാണ് എല്ലാത്തിനും ഒത്താണി. ഇന്നത്തെ പോലെ ഒന്നും മുതലാളിമാരൊന്നുമില്ല, കാറുള്ളവരില്ല. ആകെ MK ഹാജി സാഹിബിൻ്റെ ഒരു കാറാക്കി തിരുവനങ്ങാടി ഉള്ളത്. MSFൻ്റെ ഉദ്യോഗം വെക്കാൻ ചെല്ലുമ്പോൾ കാറ് വേണം. ആ കാറ് ഡ്രൈവറെയും കൂട്ടി കാറ് വിട്ടുതരും, കോഴിക്കോട് നിന്ന് പ്രാസംഗികന്മാരെ കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, തിരിച്ചു പോകാൻ വഴി ഉണ്ടാവില്ല, ബസ് ഉണ്ടാവില്ല, വഴി ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉറക്കം. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, ആരും പോകേണ്ട ആവശ്യമില്ല. MK ഹാജി സാഹിബ് മാത്രമാണെന്ന് നമ്മളെയൊക്കെ എല്ലാവരുടെയും, അത് ഞങ്ങളുടെ മുകളിലുള്ള തലമുറയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി, എൻ്റെ പിതാവ് കാരണം മുഹമ്മദ് ഹാജി, ഇവർക്കൊക്കെ MK ഹാജി സാഹിബാണ്. ഹാജി സാഹിബ് ഇല്ലാതെ ഇതുണ്ടാവില്ല. അദ്ദേഹമാണ് അന്നത്തെ ഇവിടുത്തെ ഏക ആശ്രയം എല്ലാവർക്കും, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരിക്കൽ നമ്മുടെ വല്ലാത്തൊരു ഭരണകാലത്ത് ചമ്മാട്ട് ഞങ്ങളെല്ലാം കൂടി പോയി ഒന്നൊരു കുടിയോ പേനറോ എന്താ കുഴിക്കുകയായിരുന്നു. ചെറിയ ഉദാഹരണം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ, ഞാൻ ഒരു ഡിഗ്രിക്ക് മറ്റും പഠിക്കുന്ന സമയത്താണ്. പോലീസ് ഒന്ന് തടുത്തു, കുഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെയും പോകാനില്ല, അന്ന് നമുക്ക് വേറെ ഒരു സ്ഥലമില്ല. നേരെ MK ഹാജി സാഹിബിൻ്റെ വീട്ടിലാണ് സംഗതികളാണ്. ഇവിടെ അപ്പം തന്നെ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് ബഹളം ഉണ്ടാക്കി. 921 ഞാൻ അവിടെ കെട്ടലും കിഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ആരും തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ വിളിച്ചത് മേടിച്ചു. കുട്ടികൾ വന്ന് കിട്ടാൻ പറയാമോ? ഒരു ആജ്ഞാശക്തിയുള്ള നേതാവാണ്, ആജ്ഞാശക്തി. കാരണം അറിയാം അദ്ദേഹം പറയുന്നത് മറ്റു താല്പര്യം കൊണ്ടല്ല, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ തിരുവനങ്ങാടിയിൽ വിദ്യാഭ്യാസ കേന്ദ്രമായി സത്യത്തിൽ PSMO കോളേജ് വന്നതോടുകൂടിയല്ലേ മലപ്പുറം ജില്ല തന്നെ ഒരു വിദ്യാഭ്യാസ രംഗമായി മാറിയത്. ഇവിടെയൊക്കെ അന്ധകാരത്തിന്റെ അഗാധതയിലല്ലായിരുന്നു. അതിലെ ഒരു പ്രത്യേകത, CHന്റെ പേരിൽ കോളേജില്ല, CSന്റെ പേരിൽ കോളേജില്ല, പൂക്കത്താവിന്റെ പേരിലുള്ള കോളേജ്. തിരങ്ങാടിക്കാരാണ് ഏറ്റവും ആ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നത്. വേറെ പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, CHനേക്കാൾ സേവനം ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഇതേപോലത്തെ കോളേജൊന്നുമില്ല. ഇല്ല, അല്ല കോളേജ് ഉണ്ടാക്കുന്ന കാലത്ത് CH ജീവിച്ചിരിപ്പുണ്ട്. അല്ല, മൂപ്പർ അങ്ങനെ തന്നെ KM മൗലവിന്റെ പേരിൽ ചെയ്തിട്ടു. CH സാഹിബ് TTC ഒക്കെ കൊണ്ടുവന്നത് CH സാഹിബാണ്, അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഒരു സത്യത്തിൽ ഒരു വിപ്ലവകാരിയാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന് മാത്രം ബാധകമായ ഒരു പേരൊന്നുമല്ല, ഒരു മാറ്റത്തിനാണ്. അതുണ്ടാക്കി കൊണ്ടുവന്ന മൂപ്പര് തന്നെയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു? തിരുവനന്തപുരം വെറും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇരുട്ടുമൂടി കിടക്കില്ലായിരുന്ന പെൺകുട്ടികൾക്ക്, കുട്ടികൾ സ്കൂളിൽ പോകുന്നത് തന്നെ നിരോധിക്കപ്പെട്ട, മദ്രസ പഠനം തന്നെ നിരോധിക്കപ്പെട്ട കാലമല്ലേ. ചാക്കിരി പാസയിലൂടെ കുട്ടികളൊക്കെ
ഒന്നൊന്ന് മുതൽ 10 വരെ തോൽക്കാണ്ട് പോയല്ലോ. അതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞത്. കാരണം എല്ലാ ദിവസവും കുട്ടികൾ എഴുന്നേൽക്കുകയും കുളിക്കുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുമല്ലോ. തോറ്റാൽ പിന്നെ പറഞ്ഞേക്കില്ല, പിള്ളേർക്ക് അറിയാൻ പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ അനുകൂലിച്ചാണ് പറഞ്ഞത്. അങ്ങനെ അത് കാരണം നമ്മൾ മുസ്ലിം ലീഗ് പിന്നെ 1967 ആദ്യമായി അധികാരത്തിൽ വരുന്നത് EMS മന്ത്രിസഭയിൽ. അന്ന് മന്ത്രിസഭയിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും ഗ്ലാമറുള്ള വകുപ്പ്, ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന റവന്യൂ, ആഭ്യന്തരം, അതുപോലെ PWD ഒക്കെ. പക്ഷെ മുസ്ലിം ലീഗ് പറഞ്ഞ വിദ്യാഭ്യാസം മതി, ഏറ്റവും പ്രശ്നകലുഷിതമായ വകുപ്പാണത്, അത് മതി എന്ന് പറഞ്ഞിട്ട് CH ഏൽപ്പിക്കുകയാണ്. അങ്ങനെ CH മലബാറിൽ ആകമാനം പര്യടനം നടത്തുകയാണ്. ഓരോ ഗ്രാമത്തിലും വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വണ്ടി. എന്നിട്ട് അവിടുത്തെ പ്രധാന ഭൂ ഉടമ ആരാണ് വിളിക്കും, അയാളെ വിളിച്ചു വരുത്തും. എന്നിട്ട് പറയും എത്ര സെന്റ് ഭൂമിയുണ്ട്, 50 സെന്റ് ഉണ്ട്, 2 ഏക്കറുണ്ട്, 5 ഏക്കറുണ്ട്, ഒരു സ്കൂളാണ് ഉണ്ടാക്കണം. ആളുകൾ ഭയപ്പെട്ടു. സ്കൂൾ ഉണ്ടാക്കണമെങ്കിൽ പൈസ വേണം. ഇന്നത്തെ പോലെ സ്കൂൾ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമല്ല, പൈസ ചെലവാകുന്ന മാർഗമാണ്. സ്കൂൾ ഉണ്ടാക്കാൻ പൈസ വേണം, പഠിക്കാൻ കുട്ടികളെ കിട്ടണം, പഠിപ്പിക്കാൻ അധ്യാപകരെ കിട്ടണം. ഇതൊക്കെ ഭീഷണി ഉള്ള കാലഘട്ടമാണ്, കിട്ടൂല എന്ന് ഉറപ്പുള്ള കാലത്താണ്. ഇവരൊക്കെ CH ആയതുകൊണ്ടൊന്നും പറയാനും വയ്യ. പക്ഷേ ഇത് എവിടുന്ന പൈസ? ചിലരിങ്ങനെ പഠിച്ചു നിന്നപ്പോൾ മൂപ്പര് നേരെ വാഫക്തകളെ കൊണ്ട് വിളിപ്പിച്ചു. അതോടുകൂടി പിന്നെ അപ്പീലില്ല. അങ്ങനെയാണ് നമ്മളെ ഗ്രാമാന്തരങ്ങളിൽ LP സ്കൂൾ ഉണ്ടായി വന്നത്. എല്ലാ വാർഡിലും LP സ്കൂളായില്ലേ. അതുകൊണ്ട് വീടിന് മുമ്പിൽ സ്കൂൾ വന്നപ്പോൾ കുട്ടികളെ പഠിക്കാൻ അയക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല ആളുകൾക്ക്. ഒരു 4-5 കുട്ടികൾ പോണ് കാണുമ്പോൾ മറ്റേ കുട്ടി ഞാനും പോണെന്ന് പറയല്ലേ വീട്ടിൽ നിന്ന്. അങ്ങനെ കുട്ടികളൊക്കെ LP പോയി. പിന്നെ നമ്മളെ മന്ത്രിമാരിങ്ങനെ മാറി മാറി വന്നപ്പോൾ LP UP ആയി, UP ഹൈസ്കൂളായി, ഹയർ സെക്കൻഡറി ആയി. അവസാനം അബ്ദുറബ്ബ് പോണ സമയത്ത് 23 കോളേജ് ഒരുമിച്ച് കൊടുത്തിട്ടാ UDF മന്ത്രിസഭ ഇറങ്ങിപ്പോകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ 23 കോളേജ് ഒരുമിച്ച് പാസ്സാക്കി കൊടുത്തത്. അതൊക്കെ വിദ്യാഭ്യാസ കാലത്ത് 5 യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ മുസ്ലിം ലീഗാ. അതന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പലത്ത് ആ 100-300 ഏക്കർ സ്ഥലം വാങ്ങിക്കൊടുത്ത് MKH സാഹിബാ. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം താത്വികമായി ഉണ്ടാക്കിയത് ബഷീറിന്റെ കാലത്താണ്. അതായത് കരിക്കുലം ഇന്ത്യയിൽ ആദ്യം വരുന്നത് റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ചു. നമ്മള് പഴയ തേഞ്ഞിപ്പലം പഞ്ചായത്തിൽപ്പെട്ട 100-300 ഏക്കർ സ്ഥലമാണ് അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അക്വയർ ചെയ്തത്. അത് മുഴുവൻ MKH സാഹിബ് പോയി അവിടെയുള്ള ഭൂവുടമകൾ മുതലാളിമാരെ കണ്ട് നിർബന്ധിച്ചിട്ടാണ് അക്വയർ ചെയ്ത് കൊടുത്തത്. കാര്യമായ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ മുഴുവൻ അങ്ങനെയല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായത്. എൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ നിൽക്കുന്ന വാഫിക്ക് തങ്ങളാണ്. ആ ഫോട്ടോ ഒക്കെ കണ്ടാൽ നമുക്ക് പിന്നെ എന്തൊരു വികാരം വരിക. അങ്ങനെയാണ് നമ്മൾ. പക്ഷെ ആ വിദ്യാഭ്യാസ വിപ്ലവം ലീഗ് ആരംഭിച്ചത് കൊണ്ട് മറ്റ് സമുദായം 100-150 കൊല്ലം കൊണ്ട് നേടിയ നേട്ടം 50 കൊല്ലം കൊണ്ട് നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. വലിയ മാറ്റം ഉണ്ടായി. നമ്മളതിൽ കയറിയപ്പോൾ നമ്മളതിൻ്റെ പിന്നെ ഉത്തുംഗതയിലേക്ക് വളരെ വേഗം കുതിച്ചു. തലമുറയായി മാറി. മലപ്പുറം മാറിയല്ലോ. മലപ്പുറം മാറിയെന്ന് മാത്രമല്ല, മലപ്പുറത്തെ കുട്ടികൾ എവിടെയൊക്കെ എത്തി. അതും പെൺകുട്ടികൾ. എടക്കരയിലെ നസ്രീൻ നാസയിലാണ്, ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരോടൊപ്പം പണിയെടുക്കണം. എന്ന് മാത്രമല്ല, ഒരു പുതിയ നക്ഷത്രം അവിടെ കണ്ടുപിടിച്ചു. അവരെ പേരായി ഇട്ടിണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്നലെ ഞങ്ങൾ മഞ്ചേരി പുൽപ്പറ്റയിലെ ഒരു മുസ്ലിം പെൺകുട്ടി, നമ്മുടെ അവിടുത്തെ വനിതാ ലീഗ് ഉമൈ ബാനു എന്ന് പറയുന്ന വനിതാ ലീഗ് നേതാവുണ്ട്, അവരുടെ മകൾ പൈലറ്റായി 7 മണിക്കൂർ നിർത്താതെ വിമാനം ഓടിച്ച് റെക്കോർഡ് വെച്ച് നിലനിർത്തി. അപ്പൊ ഇതൊക്കെ ആകാശത്തോളം ഉയരത്തിൽ നമ്മുടെ കുട്ടികൾ ഉയർന്നു വന്നു. അതിൻ്റെ ഒക്കെ അടിത്തറ ഈ വിദ്യാഭ്യാസ വിപ്ലവമാണ്. ഒരുപാട് ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായിരുന്നു. സമുദായത്തിൽ നിന്ന് നിരന്തര എതിർപ്പുണ്ട് ഇതിനൊക്കെ. എത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു, മദ്രസക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ സമുദായത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്, ഇവിടേക്ക് എത്തിച്ചത്. അത് വലിയൊരു മാറ്റമാണ്, ചരിത്രത്തിലെ ഗതി മാറ്റുക എന്നൊക്കെ പറഞ്ഞത്. തങ്ങന്മാരുമായിട്ട് വലിയ ബന്ധമായിരുന്നു അല്ലേ? നല്ലോണം. ബാബഗീതങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ബാബഗീതങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയ സന്ദർശകനായിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും ബാബഗീതങ്ങൾ MKH സാഹിബിനെ സമീപിക്കാം, എപ്പോഴും വരും. ഒരു ഉദാഹരണം, അദ്ദേഹത്തിന്റെ ഒരിക്കൽ ബാബഗീതങ്ങൾ MKH സാഹിബിന്റെ വീട്ടിൽ വരുമ്പോഴാണ് MKH സാഹിബിന്റെ അവസാനത്തെ മകനെ പ്രസവിക്കുന്നത്. അപ്പൊ MKH സാഹിബ് തങ്ങളോട് ചോദിച്ചു, എൻ്റെ മകൻ പ്രസവിച്ചിട്ട്, എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, മകനുണ്ട്, തങ്ങൾ പറഞ്ഞൊരു പേരിടാണ്. തങ്ങളെ ഉടനെ അദ്ദേഹത്തിന്റെ പേര്, തങ്ങളെ പേര് പറഞ്ഞു അബ്ദുറഹ്മാൻ. അങ്ങനെയാണ് നമ്മൾ ബാബ എന്ന് വിളിക്കുന്നത്. എത്തിക്കാനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ബാബാക്ക് അബ്ദുറഹ്മാൻ എന്നുള്ള പേര് വന്നത്. ബാബ
അപ്പൊ അത്രത്തോളം അടുത്ത ബന്ധമായിരുന്നു വാഫിത്തങ്ങളായിട്ട്. വാഫിത്തങ്ങൾ പറഞ്ഞാൽ അതിനപ്പുറം ഒരു പോക്കുമില്ല. സാധാരണ നമ്മളെ എത്തിങ്ങാനയിലെ പള്ളി മുജാഹിദ് സ്ഥാപനല്ലേ, അതിന്റെ തറക്കല് വാഫിനൊക്കെ തങ്ങളെ കൊണ്ടല്ലേ MK ഹാജി സാഹിബ് തറക്കലടിച്ചത്. അന്ന് വാഫിത്തങ്ങൾ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനാണ്. ഈ MK ഹാജിക്ക് കല്യാണമൊക്കെ ഉണ്ടാക്കുന്നത് കക്കാട്ടിൽ ജിഫ്രി തങ്ങളാണ്. MK ഹാജി മൂപ്പരെ വിളിച്ച് MK ഹാജിനെ വിളിച്ചിട്ട് എഴുതി ചെയ്യുന്നതാണ് കത്തൊക്കെ. അപ്പൊ നല്ല വലിയ ബന്ധമായിരുന്നു അല്ലേ? തങ്ങന്മാരെന്നുള്ള നിലക്ക് മൂപ്പർക്ക് ഇപ്പോ മെമ്പറാണ്. തങ്ങള് മക്കളൊക്കെ നമ്മൾ എത്തിക്കാന മെമ്പറല്ലേ, ഹസൻ ജിഫിരി, ഇവരൊക്കെ 2 മക്കളും ആറ്റക്കോയ തങ്ങളെ 2 മക്കളും എത്തിക്കാനയുടെ മെമ്പർമാരായിരുന്നു. മരിക്കുന്നവരെ മരിച്ചപ്പോ അവരെ മക്കളാണ്. അബ്ദുറഹ്മാന് മെമ്പറാണല്ലോ, അമ്പറത്തെ തങ്ങളല്ലേ. തങ്ങൾ എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തപ്പെടണമെന്നൊന്നും MK ഹാജി പറഞ്ഞിട്ടില്ല. ബഹുമാനവും ആദരവും സമൂഹത്തിൽ കൊടുക്കേണ്ടവർക്ക് അത് അദ്ദേഹം കൊടുക്കാറുണ്ട്. എന്താ സംശയം? ആദരവും ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം MK ഹാജിയായി ബന്ധപ്പെട്ട ഇത്രയും വിവരങ്ങൾ നൽകിയതിന് സന്തോഷം.